ഇന്ത്യയുടെ മഹത്തായ കലാചരിത്ര പാരമ്പര്യം ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും മഹത്തായ നിർമ്മിതികളിലൊന്നായ അജന്ത ഗുഹയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. താജ്മഹൽ കഴിഞ്ഞാൽ ലോകസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് ഇവിടെയാണ്. ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനത്തോടെ നോക്കിക്കാണുന്ന ഈ അത്ഭുത നിർമ്മിതിക്ക് മറ്റൊരു സമാനതയില്ല. 1000 അജന്ത ചിത്രങ്ങളിൽ എന്നൊക്കെ പാട്ടുകളിലും കവിതകളിലുമൊക്കെ പാടിപ്പുകഴ്ത്തിയിട്ടുള്ള ഈ ഗുഹാക്ഷേത്രങ്ങൾ നേരിൽ കാണുക എന്നത് ഒരു വൈകാരിക നിർവൃതി തന്നെയാണ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലാണ് അജന്ത. മഹാനഗരമായ മുംബൈയിൽ നിന്ന് 600-ലേറെ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം വനമേഖലയായ അജന്തയിലെത്താൻ. ഇത്രയും പ്രാധാന്യമുള്ള സ്ഥലമായിട്ടും കാര്യമായ താമസ സൗകര്യമൊന്നും ഇതിനടുത്ത് ലഭ്യമല്ല എന്നതാണ് സത്യം. അടുത്തുള്ള വലിയ നഗരം ഔറംഗാബാദാണ്. അത് തന്നെ 100 കിലോമീറ്റർ ദൂരെയാണ്. ഫർദാപൂർ എന്ന ഗ്രാമത്തിലാണ് അജന്ത സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്തുള്ളത് മഹാരാഷ്ട്ര ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഗസ്റ്റ് ഹൗസാണ്. 1.5 കിലോമീറ്റർ മാറി ഫർദാപൂരിൽ ഇവരുടെ തന്നെ ഒരു റിസോർട്ടുമുണ്ട്. ഇൻഡോറിലേക്കുള്ള ഹൈവേ കടന്നുപോകുന്ന ഫർദാപൂരിൽ വേറെയും ചില ഹോട്ടലുകളുമുണ്ട്. ഫർദാപൂരിലെ എൻട്രി പോയിന്റിൽ നിന്ന് 5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം ഗുഹകളുടെ അടുത്തെത്താൻ. അവിടേക്ക് ഗവൺമെന്റിന്റെ ബസ് സർവീസുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണ് അജന്ത ഗുഹകൾ. അതുകൊണ്ട് തന്നെ മഹത്തായ രീതിയിൽ ഇത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഒരാൾക്ക് 40 രൂപ ടിക്കറ്റാണ് പ്രവേശനത്തിന്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യം. ഇന്ത്യയുടെ ഭൂതകാലത്തെ പല നിർമ്മിതികളും മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയവയാണ്. അജന്തയുടെ കഥയും വ്യത്യസ്തമല്ല. അതിൻ്റെ കഥ അല്ല, ചരിത്രമിങ്ങനെ. 1819 അതായത് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലായിരുന്ന കാലത്ത് ജോൺ സ്മിത്ത് എന്നൊരു ബ്രിട്ടീഷ് ഓഫീസർ കടുവകളെ വേട്ടയാടാനായി ഫർദാപൂരിലെ വനമേഖലയിലെത്തി. അതിനിടെ യാദൃച്ഛികമായാണ് അദ്ദേഹം ഒരു ഗുഹാ കവാടം കണ്ടെത്തുന്നത്. അവിടുത്തെ നാട്ടുകാർ ഈ ഗുഹ നേരത്തെ കണ്ടിട്ടുണ്ട്. കൗതുകം കൊണ്ട് അദ്ദേഹം നാട്ടുകാരുടെ സഹായത്തോടെ മണ്ണു മൂടിക്കിടന്ന ഭാഗം വൃത്തിയാക്കാൻ തുടങ്ങി. ഇന്നത്തെ 10ാമത്തെ ഗുഹയാണ് അദ്ദേഹം അന്ന് കണ്ടെത്തിയത്. വൃത്തിയാക്കി ചെല്ലുമ്പോൾ ജോൺ സ്മിത്ത് ആദ്യം കണ്ടെത്തുന്നത് വിശാലമായ സീലിംഗിൽ വരച്ച മനോഹരങ്ങളായ ചിത്രങ്ങളാണ്. താഴേക്ക് വൃത്തിയാക്കി മണ്ണു മാറ്റുമ്പോഴേക്കും കണ്ടെത്തുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന ചിത്രങ്ങളും ശില്പകലാ ചാതുരിയും. ഈ ഗുഹ കണ്ടെത്തുന്ന ദിവസം അദ്ദേഹം ഭിത്തിയിൽ കുറിച്ചിട്ടു: 1819 ഏപ്രിൽ 28. സംഭവം പുറം ലോകമറിഞ്ഞതോടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവിടെ ഉത്ഖനനം തന്നെ ആരംഭിച്ചു. ഒന്നല്ല, അടുത്തടുത്ത് ഇരുവശങ്ങളിലുമായി അനേകം ഗുഹാക്ഷേത്രങ്ങളുണ്ടെന്ന് കണ്ടെത്തി. ഇന്ത്യയുടെ ശില്പ ചിത്രകലാ പാരമ്പര്യത്തിൻ്റെ എക്കാലത്തെയും അടിസ്ഥാനവും ആധികാരികവുമായ ചരിത്രശേഖരം അങ്ങനെയാണ് ലോകമറിയുന്നത്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അജന്തയുടെ പ്രശസ്തി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമെത്തി. ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രാചീനവും ആധികാരികവുമായ ചുമർചിത്രങ്ങൾ ഇതുതന്നെ. 1848 റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി അജന്തയിൽ വിപുലമായ ഒരു ഉത്ഖനനം നടത്താൻ തീരുമാനിച്ചു. ബ്രിട്ടീഷ് ബോംബെ പ്രസിഡൻസിയിലെ ജോൺ വിൽസന്റെ നേതൃത്വത്തിലായിരുന്നു അത്. 1861 ഇന്ത്യയിൽ ആദ്യമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന മഹത്തായ സംരംഭത്തിന് തുടക്കം കുറിച്ചതും ഈ ഉത്ഖനനത്തോടെയാണ്. 1920 ഹൈദരാബാദ് നിസാം ഇവിടുത്തെ ചിത്രങ്ങളും മറ്റും കേടുപാടുകൾ തീർത്ത് മനോഹരമാക്കുകയും അജന്ത ഗുഹകളെ ഒരു മ്യൂസിയമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യ സ്വതന്ത്രമായ ശേഷം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ മഹാരാഷ്ട്ര ഗവൺമെന്റാണ് ഇന്നത്തെ രീതിയിൽ ലോകസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി അജന്തയെ മാറ്റിയെടുത്തത്. വനമേഖലയായ അജന്തയിൽ കിലോമീറ്ററുകൾ നീണ്ട നെടുനീളൻ പാറക്കെട്ടിൽ
അജ്ഞാതരായ മഹാശില്പികൾ കൊത്തിയുണ്ടാക്കിയ ഗുഹാക്ഷേത്രങ്ങൾ ഇന്ത്യയുടെ പ്രാചീനമായ ശില്പകലാ പാരമ്പര്യത്തിൻ്റെയും അലംഘനീയമായ ആത്മീയ പാരമ്പര്യത്തിൻ്റെയും പ്രതീകമാണ്. 29 ഗുഹകളാണ് അജന്തയിലുള്ളത്. ഇതിൽ 28ാമത്തെ ഗുഹയുടെ അടുത്തുള്ള വലിയ വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് വഘോര നദി ഉത്ഭവിക്കുന്നത്. 7 വെള്ളച്ചാലുകൾ ഒന്നിച്ചു ചേരുന്ന ഈ ഭാഗം സപ്തകുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ ഏടുകൾ വായിച്ചെടുക്കാവുന്ന പ്രദേശം കൂടിയാണ് അജന്ത. ഒന്ന് ആലോചിച്ചു നോക്കുക. 2000-ലേറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു കൊടും കാടായിരുന്ന ഈ പ്രദേശം ബുദ്ധസന്യാസിമാർ ധ്യാനത്തിനു പറ്റിയ ഇടമായി കണ്ടെത്തുകയും അവിടെ ഇത്രയും ബൃഹത്തായ ഒരു ക്ഷേത്ര സമുച്ചയം നിർമ്മിക്കാമെന്ന് ചിന്തിക്കുകയും അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ചിന്തിക്കാൻ പോലും പ്രയാസമായ കാര്യമാണ്. എന്നാൽ ഏതാനും ബുദ്ധ സന്യാസിമാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല അത്. ആരായിരിക്കും ഇതിൻ്റെ എഞ്ചിനീയർ? ഇത്രയും കഴിവുള്ള കലാകാരന്മാരെ എവിടെ നിന്നെല്ലാം സംഘടിപ്പിച്ചിരിക്കാം ഇവർ? നമുക്ക് അജ്ഞാതമായ ആ കാലം ഈ രാജ്യത്തിൻ്റെ കലാപാരമ്പര്യം എത്രത്തോളം സമുന്നതമായിരുന്നു എന്ന് നമുക്ക് മുന്നിൽ നിരത്തിവെക്കുന്ന തെളിവുകളാണ് ഈ മഹാശില്പ സമുച്ചയം. നിരനിരയായി 28 ഗുഹകൾ. ശില്പകലാ പാരമ്പര്യം മാത്രമല്ല, ചിത്രകലാ പാരമ്പര്യത്തിൻ്റെയും ജീവൻ തുടിക്കുന്ന അടയാളങ്ങളാണ് അജന്ത. പെയിന്റിങ്ങുകളും ചായങ്ങളുമൊന്നും കണ്ടെത്തിയിട്ടില്ലാത്ത കാലത്ത് പ്രകൃതിയിൽ നിന്നു കിട്ടുന്ന വർണ്ണങ്ങൾ ഉപയോഗിച്ച് വരച്ചെടുത്ത പാരമ്പര്യ ചിത്രങ്ങൾ. നമ്മൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കാണുന്ന മ്യൂറൽ പെയിന്റിങ്ങുകൾക്ക് 1000 വർഷങ്ങൾക്കപ്പുറം പഴക്കമുണ്ടാകില്ല. എന്നാൽ 2000-ലേറെ വർഷങ്ങൾക്ക് മുൻപ് ഇതേ പെർഫെക്ഷനോടെ വർണ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ ചിത്രങ്ങൾ അത്ഭുതമെന്നല്ലാതെ എന്തു പറയാൻ? 2000 വർഷം കഴിഞ്ഞിട്ടും മാഞ്ഞു പോകാത്ത ആ വർണ്ണങ്ങളുടെ ശാസ്ത്രീയത എന്താണ്? ഈ പ്രദേശം ആര് കണ്ടെത്തിയെന്ന് ഇന്നും അജ്ഞാതമാണ്. കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്ന ഒറ്റ പാറക്കെട്ട്, റാ പോലെ വളഞ്ഞ അതിൻ്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന നദി, ചുറ്റും നിറയെ മരങ്ങളുള്ള മലനിരകൾ. ധ്യാന മനസ്സുള്ള ബുദ്ധ സന്യാസിമാർക്ക് ഇത്രയും നല്ല ഒരിടം വേറെ ഉണ്ടാകില്ല. ബുദ്ധന്റെ ബാല്യം മുതൽ നിർവ്വാണം വരെയുള്ള വിവിധ ഘട്ടങ്ങൾ വിവിധ ക്ഷേത്രങ്ങളായി ഉണ്ടെങ്കിലും ക്ഷേത്രം എന്ന നിലയിൽ മാത്രമല്ല, ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയായും ധ്യാനിക്കുവാനുള്ള ഇടമായുമുള്ള ഗുഹകളാണിവിടെ. മഴക്കാലത്ത് ഇവർ ധ്യാനത്തിലിരിക്കാൻ നിർമ്മിച്ച സ്ഥലമാണെന്നും കരുതുന്നു. അതായത് ബുദ്ധഭിക്ഷുക്കളുടെ വർഷവാസത്തിനുള്ള ഇടം. ജീവിതത്തിൻ്റെ എല്ലാ ബഹളങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് പ്രകൃതിയുടെ നിശബ്ദതയിൽ നദിയുടെ ഒഴുക്കിൻ്റെ സ്വരം മാത്രം അവശേഷിക്കുന്ന ഈ ഏകാന്തമായ ഇടം കണ്ടെത്തിയത് ബുദ്ധസന്യാസിമാരുടെ ധ്യാന മനസ്സ് തന്നെയായിരിക്കണം. എന്നാൽ ഇവിടെ ഇന്ത്യയുടെ ചിത്രശില്പകലയുടെ ഉദാത്ത മാതൃകകളായി ഇവയെ മാറ്റിയെടുത്ത അജ്ഞാത ശില്പികളുടെയും ചിത്രകാരന്മാരുടെയും വാസ്തുവിദ്യാ വിദഗ്ധരുടെയും അത്ഭുതാവഹമായ സിദ്ധി കാണുമ്പോൾ അവരെ 100 വട്ടം നമിക്കാതിരിക്കാനാകില്ല. ആകെയുള്ള 29 ഗുഹകളിൽ 5 ചൈത്യഗൃഹങ്ങളും, അതായത് പ്രാർത്ഥനാമുറികൾ, ബാക്കിയുള്ളവ വിഹാരങ്ങളുമാണ്, അതായത് മൊണാസ്ട്രി അല്ലെങ്കിൽ ആശ്രമങ്ങൾ. എന്നാൽ ഇതൊന്നും ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുത്തതാണെന്ന് കരുതരുത്. ഏതാണ്ട് 5 നൂറ്റാണ്ട് കൊണ്ടാണ് ഈ 29 ഗുഹകൾ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. എത്ര തലമുറകൾ, എത്രയധികം അധ്വാനം ഇതിനായി ചെലവഴിച്ചിട്ടുണ്ടെന്ന് ചിന്തിച്ചു നോക്കൂ. BC-യിൽ തുടങ്ങി AD-യിൽ അവസാനിക്കുന്ന നൂറ്റാണ്ടുകളുടെ ബുദ്ധശില്പ പാരമ്പര്യത്തിൻ്റെ തൊട്ട് കാണിക്കാവുന്ന ഉദാഹരണങ്ങൾ കൂടിയാണ് ഈ ഗുഹാക്ഷേത്രങ്ങൾ. അജന്തയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള ഗുഹാക്ഷേത്രങ്ങളുള്ളത്. എല്ലോറ കൂടാതെ ഡെക്കാൻ മേഖലയിൽ തന്നെ ആ കാലഘട്ടത്തിൽ ഭാജ, കൊണ്ടനെ, പിതൽഖോറ, നാസിക് തുടങ്ങിയ ഇടങ്ങളിലും ഇത്തരം നിർമ്മിതികളുണ്ട്. ബുദ്ധ കാലഘട്ടത്തിന് ശേഷം കേരളത്തിലുൾപ്പെടെ പല സ്ഥലങ്ങളിലും ഗുഹാശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും അജന്തയെയോ എല്ലോറയെയോ പോലെ മഹത്തരങ്ങളല്ല.
ചൈത്യഗൃഹത്തിൽ പ്രധാനമായുള്ളത് ചൈത്യം അല്ലെങ്കിൽ സ്തൂപമാണ്. പള്ളികളുടേതുപോലെ ഷേപ്പിലുള്ള മുകൾത്തട്ട് അല്ലെങ്കിൽ മേൽക്കൂരയാണ് ഇതിനുള്ളത്. ശില്പകലാ ചാതുര്യോടെയാണ് ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. മൊണാസ്റ്ററിയിൽ ഒത്തുകൂടാനുള്ള വലിയ ഹാളാണ് പ്രധാനമായുള്ളത്. BC 2-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച 10ാമത്തെ ഗുഹയാണ് ഇവയിൽ ഏറ്റവും പഴക്കമുള്ളത്. ഗുപ്ത കാലഘട്ടത്തിൽ തന്നെ ഗുപ്തന്മാരുടെ സമകാലികരായിരുന്ന വകാടകന്മാരിൽ പ്രഥമനായ രാജാവ് ഹരിസേനന്റെ മന്ത്രി വരാഹദേവന്റെ സംഭാവനയാണ് ചിലതൊക്കെ. 7-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ നിന്നെത്തിയ സഞ്ചാരിയും ബുദ്ധിസ്റ്റുമായ ഹുയാങ്സാങ് ഇവിടെ എത്തി ഇതിനെപ്പറ്റി വിശദമായി എഴുതിയിട്ടുണ്ട്. അജന്തയിലെ മൊണാസ്റ്ററികളിൽ ഏറ്റവും മനോഹരമായി വിശേഷിപ്പിക്കപ്പെടുന്നത് 1ാമത്തെ ഗുഹയാണ്. തൂണുകളുള്ള നീണ്ട വരാന്തയാണ് ഇതിന്റെ പ്രത്യേകത. കൊത്തുപണികൾ കൊണ്ട് മനോഹരമാണ് തൂണുകൾ. ഗൗതമന്റെ യാത്രയിൽ കണ്ട അശുഭകരമായ കാഴ്ചകളായ രോഗി, ഒരു വയോധികൻ, മൃതദേഹം എന്നിവ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ബുദ്ധന്റെ വജ്രപര്യങ്കാസനമാണ് ഇവിടെ കൊത്തിയ പ്രധാന ശില്പം. ചാമരം വീശുന്ന 2 പേർ ഇടതും വലതും, താഴെ മാൻപേടകൾ. സാരാനാഥിൽ ബുദ്ധൻ കണ്ട മാനുകളാണത്രേ ഇത്. പ്രഭാവലയങ്ങളും ബുദ്ധന്റെ ഛത്രങ്ങൾ, അതായത് കുടയും കൊത്തിവെച്ചിട്ടുണ്ട്. ബുദ്ധന്റെ ആദ്യ 5 ശിഷ്യന്മാരെയാണ് പീഠത്തിനടിയിലായി കൊത്തിവെച്ചിട്ടുള്ളത്. AD 475-നും 500-നുമിടയിൽ നിർമ്മിച്ചവയാകാം ഈ ഗുഹയെന്ന് കണക്കാക്കുന്നു. അജന്തയിലെ ലോകപ്രശസ്തമായ ചിത്രങ്ങൾ 1-ാം ഗുഹയിലാണ് കാണാൻ കഴിയുക. അജന്ത ചിത്രമായി ലോകത്തെല്ലാം പ്രശസ്തമായത് ഇവിടുത്തെ ബോധിസത്വന്റെ ചിത്രമാണ്. കയ്യിലൊരു താമരയുമായി, കരുണയുടെ പ്രതീകമായി പാതി തുറന്ന കണ്ണുകളോടെയുള്ള ബോധിസത്വന്റെ ചുമർചിത്രം ഇന്ത്യൻ ചിത്രകലയുടെ എക്കാലത്തെയും പ്രതീകമാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പാറയിൽ കൊത്തിയെടുത്ത വിഹാരങ്ങളിൽ അന്നത്തെ പ്രകൃതി വർണ്ണങ്ങൾ കൊണ്ട് അജ്ഞാതരായ ചിത്രകാരന്മാർ വരച്ചെടുത്ത ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ മഹത്തായ വരകൾ. വേനലും മഴയും പ്രകൃതി ദുരന്തങ്ങളും അതിജീവിച്ച് മണ്ണിനടിയിൽ നൂറ്റാണ്ടുകൾ കിടന്ന ശേഷമാണ് ഈ ചിത്രങ്ങൾ ഇങ്ങനെ നമ്മുടെ മുൻപിൽ ഉദാത്തമായി ജ്വലിച്ചു നിൽക്കുന്നത് എന്നോർക്കണം. ശ്രാവന്തിയിലെ പ്രസേനജിത്ത് രാജാവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ അത്ഭുതങ്ങൾ കാണിച്ച് ബുദ്ധൻ വിസ്മയിപ്പിച്ചതിൻ്റെയും ബുദ്ധന്റെ വജ്രാസനത്തിൻ്റെയും ഒക്കെ ചിത്രങ്ങളും ശില്പങ്ങളും 1-ാം ഗുഹയിലുണ്ട്. ജാതക കഥകളിലെ സന്ദർഭങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ശിബി രാജാവിന്റെ കഥ, ബുദ്ധന്റെ അർദ്ധ സഹോദരനായ നന്ദൻ, അദ്ദേഹത്തിന്റെ ഭാര്യ സുന്ദരി എന്നിങ്ങനെ പലതും. 2-ാം ഗുഹയ്ക്കും 12 പില്ലറുകളുണ്ട്. എല്ലാം കൊത്തുപണികൾ കൊണ്ട് മനോഹരമാക്കിയവ. ബുദ്ധൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതായുള്ള ശില്പമാണ് ഇവിടെയുള്ളത്. ഇരുവശത്തും ചാമരം വീശുന്നവരെയും കാണാം. പ്രധാന ഹാളിന്റെ ഇരുവശത്തും ചെറിയ 2 ചേംബറുകളുണ്ട്. ഇവിടെയും ചിത്രങ്ങളും കൊത്തുപണികളുമുണ്ട്. ഒരു കൈയിൽ കിളിയും മറുകൈയിൽ പൂവുമായി നിൽക്കുന്ന യുവതിയുടെ ചിത്രമുണ്ടിവിടെ. ശില്പം കൂടാതെ ബുദ്ധന്റെ വ്യത്യസ്തങ്ങളായ ചുമർ ചിത്രങ്ങളും 2-ാം ഗുഹയിലുണ്ട്. 1-ാം ഗുഹയുടെ ഏതാണ്ട് അടുത്ത കാലങ്ങളിൽ നിർമ്മിച്ചതാണ് 2-ാം ഗുഹയെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ചുമരുകൾ പോലെ 2-ാം ഗുഹയുടെ സീലിംഗും മനോഹരമായ ചിത്രങ്ങളാൽ അലങ്കൃതമാണ്. വിതുര പണ്ഡിത ജാതക കഥയിലെ കഥാപാത്രങ്ങളായ ഇരന്തതി, പുന്നാക, യക്ഷ, വിമല തുടങ്ങിയവരെയും ഇന്ദ്രപ്രസ്ഥത്തിലെ രാജസദസ്സുമൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. മറ്റൊരു ചിത്രത്തിൽ മറ്റൊരു ജാതക കഥയിൽ മാനായി ജന്മമെടുത്ത ബോധിസത്വന്റെ കഥയിലെ രംഗങ്ങളാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അവയിൽ പലതും നശിച്ചു പോയിട്ടുമുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കാതെ ഉപേക്ഷിക്കപ്പെട്ടതാണ് 3-ാം ഗുഹ. അജന്തയിലെ മൊണാസ്ട്രികളിൽ ഏറ്റവും വലുതാണ് 4-ാം ഗുഹ. എന്നാൽ ഇതും മൊത്തമായി പൂർത്തിയാക്കാൻ പല കാരണങ്ങളാൽ അന്നത്തെ ശില്പികൾക്ക് കഴിഞ്ഞില്ല. സ്ത്രീകളുടെയും സാലഭഞ്ജികമാരുടെയും ബുദ്ധന്റെയും ശില്പങ്ങളും ചിത്രങ്ങളും ഇവിടെയുണ്ട്. 24 പില്ലറുകളാണ് 4-ാം ഗുഹയിലുള്ളത്. 5-ാം ഗുഹയും നിർമ്മാണം പൂർത്തിയാകാത്തതാണ്. ഇതുവരെ കണ്ടതുപോലെയല്ല 6-ാം ഗുഹ.
പാറ കൊത്തിയെടുത്ത ഇരുനില മാളിക. മാളികയെന്ന് പറയാൻ കഴിയില്ല, ഇതും ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി തന്നെയാണ്. മുകളിലേക്ക് കയറാൻ സ്റ്റെയർകേസ് ഉണ്ട്. വെളിച്ചം കിട്ടാനായി ജനലുകളും നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ യക്ഷന്മാരുടെ ശില്പങ്ങളും തൂണുകളിൽ ഡിസൈനും കൊണ്ട് അലങ്കൃതമായിരിക്കുന്നു. പുറം ഭിത്തിയോട് ചേർന്ന് ശിഷ്യന്മാർക്ക് ഉപദേശം നൽകുന്ന ബുദ്ധൻ്റെ വലിയ രൂപമാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. ഇവിടെയും പലയിടത്തും മാഞ്ഞുപോയ ചുമർചിത്രങ്ങൾ കാണാം. വരാന്തയിലെ പല തൂണുകളും നശിച്ചു പോയിട്ടുണ്ട്. മുകളിലത്തെ നിലയിലുമുണ്ട് ബുദ്ധൻ്റെ ശില്പം. 7ാമത്തെ ഗുഹയിലെ ഉപശാലകളിൽ ചെറിയ ബുദ്ധരൂപങ്ങൾ നിരവധി കൊത്തിവെച്ചിരിക്കുന്നു. ശ്രാവസ്തിയിലെ അത്ഭുതങ്ങൾ എന്ന നിലയിലാണിത്. അതായത് ചുരുണ്ടുകിടക്കുന്ന പാമ്പിന്റെ മുകളിലാണ് ബുദ്ധന്റെ ഇരിപ്പ്. അജന്ത ഗുഹകളുടെ ഉത്ഖനനത്തിൽ ഏറ്റവും താഴ്ചയിലായി കണ്ടെത്തിയത് 8ാം ഗുഹയാണ്. എന്നാൽ ഇതിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെയും ഒരു വലിയ ഉരുൾപൊട്ടലിൽ നശിച്ചുപോയതായാണ് കരുതുന്നത്. അജന്തയിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നാണ് 9ാം ഗുഹ. ഏകദേശം 3 നില കെട്ടിടത്തിന്റെ പൊക്കത്തിൽ ശില്പങ്ങളാൽ അലങ്കൃതമായ മനോഹരമായ കവാടമാണ് ഇതിന്റെ ആദ്യ ആകർഷണം. തന്നെയുമല്ല, ഇപ്പോൾ നമ്മൾ കണ്ട ഗുഹകളേക്കാൾ കാലപ്പഴക്കമുള്ളതും BC ഒടുവിൽ നിർമ്മിച്ചതുമാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. തടി കൊണ്ടുള്ള ബീമുകൾ ഇവിടെയാണ് കാണാൻ കഴിയുക. ബുദ്ധന്റെ രൂപങ്ങൾ പിന്നീടുള്ള കാലത്ത് കൊത്തിയെടുത്ത് ചേർത്തവയാണെന്നും പഠനങ്ങൾ പറയുന്നു. ഇവിടുത്തെ ചിത്രങ്ങൾക്കുമുണ്ട് പ്രത്യേകത. ഇവിടുത്തെ ചുമർ ചിത്രങ്ങളിൽ 2 ലെയറുകൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ആദ്യം വരച്ച ചിത്രങ്ങളുടെ മുകളിൽ പിന്നീട് വരച്ചു ചേർത്തത്. ആദ്യത്തേത് BC-യിലാണെങ്കിൽ ഏതാണ്ട് 5 നൂറ്റാണ്ടിന് ശേഷം വരച്ചു ചേർത്തവയാണ് അതിനു മുകളിലുള്ള ചിത്രങ്ങൾ. ഒരു വശത്ത് ബുദ്ധന്റെ 6 രൂപങ്ങളാണ്. മറ്റൊരു വശത്ത് പിന്നീട് വരച്ചു ചേർത്ത നിലയിൽ സ്ത്രീരൂപങ്ങളും കാണാം. അജന്തയിലെ ആദ്യ ഗവേഷണങ്ങളിൽ കണ്ടെത്തിയ ഗുഹകളിലൊന്നാണ് 10ാം ഗുഹ. ഇതൊരു ചൈത്യഗൃഹമാണ്. ഇതിന്റെ റൂഫിൽ തടികൊണ്ടുള്ള നിർമ്മിതികളും ചില ലിഖിതങ്ങളും കാണാം. കാലപ്പഴക്കം കണ്ടെത്താൻ ഇവിടെ ചില ലിഖിതങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കണ്ടെത്തിയത് BC 2ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ഗുഹ എന്നാണ്. ഇതിലും പഴയ കാലത്തെയും പിന്നീട് ചേർക്കപ്പെട്ടതുമായ ചിത്രങ്ങൾ കാണാം. ബോധിവൃക്ഷത്തിനടുത്തേക്ക് നടന്നെടുക്കുന്ന ബുദ്ധനെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. കൂടാതെ മനോഹരമായ ധാരാളം ചിത്രങ്ങളും ഈ ഗുഹയിലുണ്ട്. മുന്നിൽ കാൽക്കൽ നമസ്കരിക്കുന്ന ഒരു ശിഷ്യൻ. ബോധിസത്വന്റെ വലിയ ചിത്രവും ഇവിടെ ചുമരിൽ കാണാം. എന്നാൽ ഏറെയും നശിച്ചു പോയിട്ടുണ്ട്. 12ാം ഗുഹ ആദ്യകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. ഇതിന്റെ മുൻഭാഗം ഏതാണ്ട് തകർന്നുപോയ നിലയിലാണ്. ഇതിൽ നിന്ന് ബ്രാഹ്മി ലിപിയിലുള്ള രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. 13ഉം 14ഉം ചെറിയ മൊണാസ്ട്രികളാണ്, പൂർത്തിയാക്കാത്തവയുമാണ്. 14ാം ഗുഹയുടെ തറനിരപ്പിൽ നിന്ന് താഴെയായാണ് 15ാം ഗുഹ. ഒരു ചെറിയ മൊണാസ്ട്രിയാണ് ഇവിടെയും. മുൻഭാഗം തകർന്ന നിലയിലാണ്. അജന്തയിലെ ഏറ്റവും മനോഹരമായ മൊണാസ്ട്രികളിൽ ഒന്നാണ് 16ാം ഗുഹയിലുള്ളത്. ഇവിടെ നിന്ന് പ്രധാനപ്പെട്ട ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മനോഹരമായ കൊത്തുപണികളുള്ള 20 തൂണുകൾ കൊണ്ട് അലങ്കൃതമാണ് ഈ മൊണാസ്ട്രി. ബുദ്ധന്റെ ഏറ്റവും വലിയ ഭീമാകാരമായ ശില്പമാണ് ഇവിടെയുള്ളത്. അതേസമയം മനോഹരങ്ങളായ ധാരാളം പെയിന്റിങ്ങുകൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. ഹരിസേന രാജാവിൻ്റെ സംഭാവനയായ 17ാം ഗുഹ പക്ഷേ മനോഹരങ്ങളായ ചിത്രങ്ങൾ അവശേഷിക്കുന്നവയാണ്. ബോധിവൃക്ഷ ചുവട്ടിലിരിക്കുന്ന ബുദ്ധന്റെ ചിത്രങ്ങൾ ഇവിടുത്തേത് വളരെ പ്രശസ്തമാണ്. കുറേയൊക്കെ തകർന്ന വരാന്തയിൽ അപ്സരസുകൾ, കിന്നരന്മാർ, പുല്ലാങ്കുഴൽ വാദകർ എന്നിങ്ങനെയുള്ള മനോഹരങ്ങളായ ചിത്രങ്ങൾ കാണാം. ബുദ്ധന്റെ ജീവിതത്തിലെ 8 മഹാത്ഭുതങ്ങളുടെ ചിത്രീകരണവും ഈ ഗുഹയിലെ എടുത്തു പറയേണ്ടതു തന്നെയാണ്. സരസജാതക കഥയും മറ്റൊരു ചിത്രത്തിൽ കാണാം. കപിലവസ്തുവിലെ ബുദ്ധന്റെ മഞ്ഞ നിറത്തിലുള്ള വലിയ ചിത്രം
ഈ ഗുഹയുടെ മറ്റൊരു സവിശേഷതയാണ്. 18ാമത്തെ ഗുഹ ഏതാണ്ട് തകർന്ന നിലയിലാണുള്ളത്. ബുദ്ധ കാലഘട്ടത്തിലെ ശില്പകലയുടെ മറ്റൊരു മാതൃകയാണ് 19ാം ഗുഹ. ഇതൊരു ചൈത്യഗൃഹമാണ്. മകുടം പോലെ ഉയർന്ന കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമായ മേൽക്കൂരയും ചുറ്റും ശില്പഭംഗിയാർന്ന തൂണുകളും നടുവിൽ സ്തൂപവും, അതിലാണ് ബുദ്ധന്റെ വിവിധ ഭാവങ്ങൾ കൊത്തിയിട്ടുള്ളത്. 2ാം ഗുഹയുടെ മാതൃകയിൽ ഇരുവശത്തും സാലഭഞ്ജികമാരുടെ ശില്പങ്ങളുള്ള മൊണാസ്ട്രിയാണ് 20ാം ഗുഹ. ഇരുവശത്തും ആനയുടെ തുമ്പിക്കൈകൾ ചേരുന്ന രൂപത്തിൽ കൊത്തിയെടുത്ത വരാന്തയും മുൻഭാഗവുമാണ് ഉള്ളത്. തൂണുകളില്ലാത്ത ചെറിയ മൊണാസ്ട്രിയിൽ ശിഷ്യരെ ഉപദേശിക്കുന്ന ബുദ്ധനെയാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഏതാണ്ട് തകർന്ന നിലയിലുള്ള 21ാം ഗുഹയിൽ നാഗരാജാവിൻ്റെയും യക്ഷന്മാരുടെയും ഒക്കെ ചിത്രങ്ങളുണ്ട്. 12 തൂണുകളാണ് ഇവിടെയുള്ളത്. പൂർത്തിയായിട്ടില്ലാത്ത ചെറിയ മൊണാസ്ട്രിയാണ് 22ാം ഗുഹ. പ്രലംബപാതനായ ബുദ്ധന്റെ രൂപമാണ് ഇവിടെയുള്ളത്. അതായത് താമരയിലാണ് ബുദ്ധന്റെ പാദങ്ങളുള്ളത്. 23ാം ഗുഹയിലും പൂർത്തിയാക്കാത്ത തൂണുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഏറ്റവും ഗ്രാൻഡായ ഒരു മൊണാസ്ട്രി ആകുമായിരുന്നു 24ാം ഗുഹ എന്നാണ് വിദഗ്ധർ കരുതുന്നത്. മനോഹരമായ തൂണുകൾ പലതും നശിച്ചുപോയി. എന്നാൽ പലതും ഇപ്പോൾ പുനർനിർമ്മിച്ചിട്ടുണ്ട്. തൂണുകളുടെ ഓരോ ഭാഗവും മനോഹരമായ രൂപങ്ങൾ കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പല ക്ഷേത്രങ്ങളിലും കാണുന്ന തൂണുകളുടെ അതേ ശില്പസമ്പന്നത അന്നത്തെ കാലത്തെ ഈ നിർമ്മിതിയിലും കാണാം. പൂർത്തിയാകാത്തതും അത്ര എടുത്തു പറയാവുന്ന പ്രത്യേകതയൊന്നുമില്ലാത്തതാണ് 25ാം ഗുഹ. അതേസമയം 3 വാതിലുകളുള്ള ഒരു ചൈത്യ ഗൃഹമാണ് 26ാം ഗുഹ. മനോഹരമായ ശില്പങ്ങളാലും വൈവിധ്യമാർന്ന ഡിസൈനുകളാലും അലങ്കൃതമായ മുൻഭാഗവും വരാന്തയും ഉൾഭാഗവുമാണ് ഇവിടെയുള്ളത്. ബുദ്ധന്റെ മഹാപരിനിർവാണത്തിന്റെ ശില്പരൂപം കാണാൻ കഴിയുന്നത് ഇവിടെയാണ്. അടുത്തടുത്തായി നിരവധി തൂണുകൾ അതീവ ശില്പചാതുരിയോടെ കൊത്തിയെടുത്തിട്ടുള്ള 27ാം ഗുഹ ഡെക്കറേറ്റീവ് ഡിസൈനുകൾ കൊണ്ട് സമ്പന്നമാണ്. നടുവിലെ സ്തൂപത്തിലാണ് ബുദ്ധന്റെയും ശിഷ്യന്മാരുടെയും ശില്പങ്ങളുള്ളത്. 28ഉം 29ഉം ഗുഹകളുടെ മുന്നിലെ പില്ലറുകളുള്ള വരാന്ത മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിനുള്ളിലേക്ക് പ്രവേശനവും അനുവദിച്ചിട്ടില്ല. നമ്മൾ ജീവിച്ച നമ്മുടെ രാജ്യം അതിൻ്റെ അതിസമ്പന്നമായ ചരിത്ര സാംസ്കാരിക പാരമ്പര്യം കണ്ടെത്തിയതിൻ്റെ ജീവൻ തുടിക്കുന്ന മാതൃകകളിലൂടെയുള്ള ഒരു വൈകാരികമായ യാത്രയായിട്ടാണ് അജന്ത ഗുഹകൾ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുക. ആ അനുഭൂതിയിൽ നിന്നാണ് ഇനി നമ്മൾ എല്ലോറയിലേക്ക് യാത്ര തിരിക്കുന്നത്.